നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ്. വളരെ സംഭവബഹുലമായ കാര്യങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത്. കാനഡ നേരത്തെ ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്നു. ഇന്ത്യ തിരിച്ചും പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കി. ഇരു രാജ്യങ്ങൾക്കിടയിലും വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. പിന്നീട് G20 ഉച്ചകോടിയിൽ വെച്ച് മോദിയും ജസ്റ്റിൻ ട്രൂഡോയും പരസ്പരം കണ്ടുമുട്ടുന്നു. ഇരുവരെയും ചേർത്ത് നിർത്തി ഒറ്റ ഫ്രെയിമിൽ ഒരു ഫോട്ടോ ലോകത്തിന് മുന്നിൽ ജോ ബൈഡൻ കാട്ടിക്കൊടുക്കുന്നു. അതൊരു പുതിയ സന്ദേശമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ കാനഡയിലെ ചില മാധ്യമങ്ങൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശക്തമായ വാർത്തകൾ എഴുതുന്നു. പക്ഷെ ഇന്ന് കാനഡ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നു. ഇന്ത്യയുടേത് വെറും തെറ്റിദ്ധാരണയാണ്. കാനഡ മോദിക്കെതിരെയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെതിരെയോ അജിത് ഡോവലിനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അത്തരം തെറ്റിദ്ധാരണകളില്ല. നിജാർ വധത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തരായ ഭരണാധികാരികൾക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് കാനഡ ഇന്ന് വ്യക്തമാക്കി. മറിച്ചുള്ളതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഊഹാപോഹങ്ങളാണ്. കാനഡയിലെ തന്നെ രാഷ്ട്രീയ ശത്രുക്കളാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചത്. ജസ്റ്റിൻ ട്രൂഡോ നേരിട്ടല്ല എങ്കിൽ കൂടി ഭരണകൂടത്തിന്റെ വക്താവ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കാര്യങ്ങൾ വിപരീത ദിശയിലേക്ക് തിരിയുന്നുവോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ജസ്റ്റിൻ ട്രൂഡോ ഒരു ഞാണിന്മേൽ കളിയാണ് നടത്തുന്നത്. അദ്ദേഹം രാഷ്ട്രീയമായി നല്ല മെയ്വഴക്കമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടി വലിയ പ്രതിസന്ധി അനുഭവിച്ച ഒരു സമയം. ഇപ്പോഴും ആ പ്രതിസന്ധിയിൽ കൂടി തന്നെയാണ് പോകുന്നത്. അവിടെ സിഖ് സമുദായത്തിന്റെ ഒരു പിന്തുണ, അത് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിലൂടെയാണ് സിഖ് സമുദായം മുഴുവൻ സംസാരിക്കുന്നത് എന്ന ഒരു ചിന്ത എങ്ങനെയോ ട്രൂഡോയുടെ മനസ്സിൽ വന്നു ഭവിച്ചു. അതുകൊണ്ടാണ് ചില കടന്ന പ്രസ്താവനകൾ നടത്തുകയും അത് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തെ പോലും ഉലയ്ക്കുന്ന രീതിയിലേക്ക് നീങ്ങിയതും അതുകൊണ്ടാണ്. പക്ഷേ കാനഡയും ഇന്ത്യയും തമ്മിൽ സ്വാഭാവികമായ ഒരു ശത്രുതയ്ക്കും അടിസ്ഥാനമില്ല. അത് മാത്രമല്ല, പരസ്പരം യോജിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. അത് ആളുകൾ ഇന്ത്യയിൽ നിന്നും നല്ല പങ്കാളുകൾ പഠിക്കാൻ പോകുന്നത് കാനഡയിലേക്കാണ്. അവർ കൊണ്ടുവരുന്ന ഒരു 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 ഡോളർ സ്ട്രെങ്ത് അത് കനേഡിയൻ ഇക്കോണമിയെ വലിയ തോതിൽ താങ്ങി നിർത്തുന്നു. കനേഡിയൻ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തെ താങ്ങി നിർത്തുന്ന ഒരു കാര്യം. രണ്ട്, കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാനമായ സഹകരണം വളരെ നിർണായകമാണ് പല മേഖലകളിലും. അതുകൊണ്ട് കാനഡ ഇന്ത്യ ബന്ധം സ്വാഭാവിക തലത്തിൽ വരുത്താൻ ഒരു വൈകിയ ശ്രമം 1.5 വർഷത്തെ ഒരു ചക്കളത്തി പോരാട്ടം. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇത് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ തലയിൽ എല്ലാ പഴിയും അടിച്ചു ചേർക്കുന്ന ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെ ഒരു രീതിയാണ്. അപ്പം ഇവിടെ ബൈഡന്റെ ഒരു ഇരട്ടത്താപ്പ് പ്രകടമാണ്. കാരണം നേരത്തെ അമേരിക്ക ഇന്ത്യക്കെതിരെ ചില നിലപാടുകൾ എടുത്തിരുന്നു. കാനഡയെ പരസ്യമായി അമേരിക്ക പിന്തുണച്ചിരുന്നു. മറുവശത്ത് ഇതുവരെ ഈ കാനഡയുമായുള്ള ഇന്ത്യൻ പ്രശ്നം അവസാനിപ്പിക്കാനോ കാനഡയുമായുള്ള ഇന്ത്യൻ പ്രശ്നത്തിന് മധ്യസ്ഥത വഹിക്കാനോ അമേരിക്ക യാതൊരുവിധ നീക്കങ്ങളും നടത്തിയില്ല. മറുവശത്ത് ട്രംപ് അധികാരത്തിലേറുന്നതോടെ ഇന്ത്യയും കാനഡയും ഒരു മേശയ്ക്ക് ഇരുവശത്തും ഇരുത്തും. ട്രംപ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് ബൈഡന് കൃത്യമായി അറിയാം. ട്രംപ് ഇന്ത്യയിലേക്ക് വരും, താൻ അധികാരം ഏറ്റെടുത്താൽ എത്രയും പെട്ടെന്ന് ഇന്ത്യ സന്ദർശിക്കുമെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജസ്റ്റിൻ ട്രൂഡോയ്ക്കും ട്രംപിന് ഭയമുണ്ട് എന്ന വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൂഡോയെ തിരുത്താൻ കഴിവുള്ള ട്രംപ് വരുന്നതിന് മുൻപ് കാനഡയുമായുള്ള ഇന്ത്യയുടെ പ്രശ്നങ്ങൾ താൻ പരിഹരിച്ചു എന്ന് വരുത്തുകയാണോ ബൈഡന്റെ ശ്രമം? അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഈ ട്രംപ് നിസ്സാരക്കാരനല്ല. ട്രംപ് നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് എല്ലാവരും ഗസ് വർക്കിലാണ്. അത് നരേന്ദ്രമോദിയും ഗസ് വർക്കിൽ തന്നെയാണ്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഗസ് വർക്കിലാണ്. അതുകൊണ്ട് ബൈഡന് നന്നായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. താൻ ദുർബലനാണ് എന്ന് മറ്റെല്ലാവരെക്കാളും നന്നായി അറിയാം ജോ ബൈഡൻ എന്ന ഇപ്പോഴത്തെ നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ്. തന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നതും അറിയാം. അങ്ങനെയെങ്കിൽ അണയാൻ പോകുന്നതിന് മുൻപ് ഒന്നാളി കത്താം എന്ന മിസ്റ്റർ ബൈഡന്റെ മോഹമാണ് ഉക്രൈനു വേണ്ടി ദീർഘദൂര ആറ്റക്കോംബ് മിസൈലുകൾ ഉൾപ്പെടെ 300 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈലുകൾ റഷ്യക്ക് നേരെ പ്രയോഗിച്ചുള്ളൂ എന്നൊക്കെ ബൈഡൻ പറയുമ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കമാണ് ബൈഡൻ. അത് ഇന്ത്യ വിഷയത്തിലും കാനഡ വിഷയത്തിലും മാത്രമല്ല, എല്ലാ വിഷയത്തിലും അതിന്റെ ഒരു നേർ പ്രതിഫലനം ബൈഡന്റെ പ്രസ്താവനയിൽ കാണുന്നു. ഇവിടെ കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചിട്ടുള്ളത് ഒരുപക്ഷെ
G20 സമ്മിറ്റ് ജസ്റ്റ് കൺക്ലൂഡഡ് ബ്രസീലിൽ വെച്ച്, റയോ ഡി ജനറോയിൽ വെച്ച് ഇപ്പോൾ അവസാനിച്ച G20 സമ്മേളനത്തിൽ ബൈഡൻ ഒരു നല്ല മെയ്വഴക്കം കാട്ടി. ബൈഡൻ രണ്ടുപേരെയും, ജസ്റ്റിൻ ട്രൂഡോയെയും നരേന്ദ്രമോദിയെയും ചേർത്ത് പിടിച്ച് ഒന്നാന്തരം ഫോട്ടോ എടുത്തു. രണ്ടുപേരുടെയും മുഖം കണ്ടാൽ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ആയിരുന്നു. പക്ഷേ അവിടെ ഒരു ആത്യന്തികമായി രണ്ടുപേരും രാഷ്ട്രീയമായി വില്ലാളി വീരന്മാരാണ്. നരേന്ദ്രമോദിയും അതത് ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെയും ആഭ്യന്തര ദേശീയ താല്പര്യത്തിന്റെയും പ്രതിഫലനം തന്നെയാണല്ലോ വിദേശ നയം. അതുകൊണ്ട് ഈ എടുത്ത നിലപാടുകളും പറഞ്ഞ പ്രസ്താവനകളും ഒക്കെ വിഴുങ്ങാൻ അധികം നേരം വേണ്ട. അങ്ങനെ ബൈഡൻ പറഞ്ഞ ഒരു കാര്യം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അനുസരിച്ചു എന്ന് വേണം കരുതാൻ. അതിനർത്ഥം കാനഡയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ്. അത് ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും നല്ല ബന്ധമാണ്. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ സിക്ക് വിഷയത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് അത്ര നല്ലതല്ല. ഒന്ന് തിരുത്തി പറയുകയും മാധ്യമങ്ങളുടെ തലയിൽ എല്ലാ പഴിയും ചാരുകയും ചെയ്താൽ തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ കഴിയും. അത് ബൈഡന് മുഖം രക്ഷിക്കാനാവും. ബൈഡൻ ഇടപെട്ട് ഇത് പരിഹരിച്ചു എന്ന വ്യംഗ്യമായ അർത്ഥമുണ്ടാകും. അത് ബൈഡന്റെ ഒരു പുൻതൂവലാണ്. അതേപോലെ തന്നെ ട്രംപ് വരുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. മേക്ക് ലൈഫ് മോർ ഡിഫിക്കൽട്ട് ഫോർ ഡൊണാൾഡ് ട്രംപ് ഈസ് ദ പോളിസി ഓഫ് ബൈഡൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ മാനവും മഹത്വവും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിടുന്ന പ്രവാചകനായി ട്രംപ് മാറാൻ ബൈഡൻ അനുവദിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം തന്നിലൂടെ അവസാന ഘട്ടത്തിൽ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കണം എന്ന ചിന്ത. മറുവശത്ത് ചില നിർണായക നീക്കങ്ങൾ. ഒന്ന്, റഷ്യൻ പ്രസിഡന്റ് പുതിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ട്രംപിനെ പോലെ തന്നെ പ്രഖ്യാപിച്ചു. പുതിനെ സ്വീകരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ഡൽഹി തുടങ്ങി വെച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം, ഇന്നലെ ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഇന്ത്യയുമായി വാണിജ്യ ഇടപാടുകൾക്ക് കൂടുതൽ വാതിലുകൾ തുറന്നിടും. ഇന്ത്യ തങ്ങളുടെ സഹോദര രാജ്യമാണ്. ഇത്തരമൊരു ശക്തമായ നിലപാട് ഈ അടുത്ത കാലത്തൊന്നും ചൈന പ്രകടമാക്കിയില്ല. അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ട്രംപിന്റെ കടന്നുവരവിൽ ചൈന ഒറ്റപ്പെടുമെന്നും ചൈന കൂടുതൽ ആക്രമിക്കപ്പെടുമെന്നുമുള്ള അവരുടെ ഭയം. അതുകൊണ്ട് പരമാവധി ഇന്ത്യയെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തണമെന്ന് ചൈന ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ട്രംപിസത്തിൽ ഒരു വശത്ത് ചൈന ഭയന്നു നിൽക്കുന്നു, മറുവശത്ത് പുതിൻ ഇന്ത്യ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു യുദ്ധാന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ സഹകരണവും ഇന്ത്യയുടെ പിന്തുണയും ഒക്കെ പുതിൻ ആഗ്രഹിക്കുന്നു. ട്രംപ് കൂടി കടന്നു വരുന്നതോടെ ലോക രാഷ്ട്രീയ രംഗം തന്നെ ഒന്ന് മാറി പറയും. ഇത് കണക്കുകൂട്ടി കാനഡയ്ക്ക് ഇനി ഒരു നിലപാടിൽ ഊന്നി നിൽക്കുക അത്ര എളുപ്പമല്ല എന്ന് ഒരു പക്ഷേ ബോധ്യപ്പെട്ടിരിക്കാം. ശ്രീ സോയ്മോൻ, ലോകത്തിന്റെ നയതന്ത്ര തലസ്ഥാനം ജനീവയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പറിച്ചു നട്ടോ എന്ന ഒരു സംശയം ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നുകയാണ്. ഇതെല്ലാം തന്നെ റിപ്പോർട്ടുകൾ, ഇപ്പൊ വൈകി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ന്യൂഡൽഹി അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ന്യൂഡൽഹി വരികയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണ്ടു, അല്ലെ? സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് ആതിഥ്യം അരുളാൻ പോകുന്നു. അന്താരാഷ്ട്ര കുറ്റവാളിയായി പല രാജ്യങ്ങളും പ്രഖ്യാപിച്ച് അറസ്റ്റിനായി ഒപ്പുകൂട്ടുന്ന സമയത്ത് സാക്ഷാൽ മിസ്റ്റർ വ്ളാഡിമിർ പുടിൻ ഡൽഹിയിലെത്തുന്നു. അവരെ രണ്ട് ഭാഗത്തിരുത്തി നരേന്ദ്രമോദി മധ്യസ്ഥത വഹിച്ച് ഒരു ചർച്ച, ഉക്രൈൻ വിഷയത്തിലാകട്ടെ മറ്റന്താരാഷ്ട്ര വിഷയത്തിലാകട്ടെ, ഇതൊക്കെ വലിയൊരു മോഹമായി അവശേഷിക്കുമായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോഴത് യാഥാർത്ഥ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു സ്റ്റേച്ചർ വളരുന്നു. ഇവിടെ സോയ്മോൻ ചോദിച്ച രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, അവിടെ ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെ ആസ്പെക്ട് വളരെ റെലവെന്റ് ആണ്. ചൈന ഇന്ത്യയുമായി കൂടുതൽ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരികയാണ്. നിരപ്പെന്ന് പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. ലെവലിംഗ് ഫാക്ടർ. ഈ ചൈനയുടെ ഒരു പോളിസി എപ്പോഴും ബ്ലോ ഇറ്റ് ഹോട്ട് ആൻഡ് ബ്ലോ ഇറ്റ് കോൾഡ്. അങ്ങ് ചെമ്പ് പഴുപ്പിച്ച് നല്ലപോലെ പഠിപ്പിച്ചിട്ടാണ് അടിച്ച് പതുക്കെ പിന്നെയും തണുപ്പിക്കുക. ഈ വീണ്ടും വീണ്ടും ചൂടാക്കുകയും തണുപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു ചൈനീസ് നയം, ആ നയത്തെ ഇന്ത്യ കൗണ്ടർ ചെയ്യുന്നത് ഉഗ്രമായ രീതിയിലാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമി അറ്റ് ഇറ്റ്സ് വെരി ബെസ്റ്റ്. അപ്പം താടിയുള്ള അപ്പനെ കാണിച്ചാലല്ലേ പേടിയുണ്ടാവും. അതുകൊണ്ട് ട്രംപിനെ കാണിച്ച് ഷീ ജിൻപിങ്ങിനെ ഒന്ന് പേടിപ്പിക്കുക. ഞങ്ങൾ ചിലത് ചെയ്യും. അപ്പൊ ചൈനയുടെ വ്യാപാര താല്പര്യങ്ങളുണ്ട്. അപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിൽ ഉള്ള ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ മോദി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഷീ ജിൻപിങ് ശ്രമിക്കുമ്പോൾ, അത് അമേരിക്കയ്ക്കും ട്രംപിനുമുള്ള വാണിംഗ് കൂടിയാണ്. അപ്പം നമുക്ക് തോന്നാം ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്നു എന്ന് നമുക്ക് തോന്നാമെങ്കിലും
സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഒന്നാം തരം ഡിപ്ലോമാറ്റിക് ഡിസ്പ്ലേ ആണ് ഇന്ത്യ ഇപ്പോൾ അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം ഇന്ത്യ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടുന്നുവോ എന്നുള്ള സംശയം ഇന്ത്യയിൽ തന്നെ നിരവധി സംശയങ്ങളായി ഉയർന്നിരുന്നു. നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇന്ത്യ എന്തിന് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്നു, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒപ്പം എന്തിനു തുഴയുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ റഷ്യൻ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യ എടുത്ത നിലപാട്, അന്ന് അമേരിക്ക എപ്പോഴും പയറ്റുന്നത് ഒരു സമ്മർദ്ദ നയതന്ത്രമാണല്ലോ. അന്നത്തെ അമേരിക്കയുടെ ഒരു സമ്മർദ്ദ നയതന്ത്രത്തിന് ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല. പകരം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യും എന്ന് ആർജവത്തോടെ ആത്മവിശ്വാസത്തോടെ ഇന്ത്യ പറഞ്ഞപ്പോൾ അതിനൊപ്പം നിൽക്കാനേ അന്ന് അമേരിക്കയ്ക്ക് കഴിഞ്ഞുള്ളൂ. അതൊരു കൃത്യമായ പാഠമായിരുന്നു അമേരിക്കയ്ക്കും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഇന്ത്യ കൊടുത്തത്. അതിന്റെ തുടർച്ച തന്നെയാകും ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളും. കാനഡയുടെ കാര്യത്തിൽ അമേരിക്കയിലെ പന്നു വധശ്രമ കേസിൽ ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ പ്രതിയാക്കി കേസെടുത്ത് ഏറ്റവും രൂക്ഷമായ തലത്തിലേക്ക് അമേരിക്ക കടന്നപ്പോഴും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ച നടത്തിയില്ല. ഇന്ത്യ അമേരിക്കയോട് പ്രതികരിച്ചത് ശക്തമായ ഭാഷയിലാണ്. അമേരിക്ക നടത്തുന്നത് ഒരു ഗൂഢാലോചന എന്നാണ് ഇന്ത്യ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു നിലപാടൊടുവിൽ അമേരിക്കയ്ക്കും കാനഡയ്ക്കും വഴങ്ങിക്കൊടുക്കേണ്ട തലത്തിലെത്തിയോ? ഈ പോക്കറ്റിൽ പേനാക്കത്തിയുമായി ക്ലാസ്സിൽ വരുന്ന ഊച്ചാളി വിദ്യാർത്ഥിയെ ഹെഡ് മാസ്റ്റർ പൊതുവെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അറിയാം കയ്യിലുണ്ട്, പോക്കറ്റിലുണ്ട്, പക്ഷേ ഇങ്ങോട്ട് എടുക്കണ്ട, പക്ഷേ ഇരുന്നോട്ടെ, പറഞ്ഞ് നാറ്റിക്കുന്നില്ല എന്നൊരു നിലപാടുണ്ട് പല വിവരമുള്ള ഹെഡ് മാസ്റ്റർമാർ. കാരണം എത്ര പറഞ്ഞാലും ശരിയാവില്ല. കാരണം ഇന്ത്യ ഏതാണ്ട് ആ ഒരു ഘട്ടത്തിലാണ്. ഇസ്രയേൽ പണ്ട് അഡോപ്റ്റ് ചെയ്തിരുന്ന തന്ത്രമുണ്ട്, ഏത് മണ്ണിലും കയറി, അത് അമേരിക്കയും ചെയ്തിരുന്നു, ഏത് മണ്ണിലും കയറി തങ്ങൾക്ക് പിടികിട്ടാനുള്ളവരെ തട്ടിക്കൊണ്ടു പോവുക, ആക്രമിക്കുക, തങ്ങളുടെ ലക്ഷ്യങ്ങൾ വിദേശ മണ്ണിൽ നടപ്പാക്കി എടുക്കാനുള്ള ഒരു ആർജവം. മൊസാദും FBI ഒക്കെ ചെയ്തത് ഇപ്പോൾ ഇന്ത്യ നടത്തും. അപ്പം ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് മൊസാദിനോളം വളർന്നു എന്ന് കരുതുന്നില്ല എങ്കിലും മൊസാദിനെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ മൊസാദിന്റെ ഒരു രീതി പിന്തുടരുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് ഹർദീപ് സിംഗ് നിജാർ വധത്തിൽ ഇന്ത്യക്ക് നേരിട്ട് പങ്ക് ഇല്ല എന്നത് ഇന്ത്യയുടെ ഔപചാരികമായ നിലപാടാണ്. തെളിയിക്കാൻ തക്ക ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ല ആ വധത്തിന് എന്ന് ആരും ചിന്തിക്കുന്നതുമില്ല. എന്തോ ബന്ധങ്ങളുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡൈനമിക്സ് ആണ് പ്രധാനം. അതുകൊണ്ട് ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ മറ്റൊരു ലെവലിലേക്ക് കടന്നിരിക്കുന്നു. തങ്ങൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ, അതിന്റെ ഭാഗമാണ് എണ്ണ കച്ചവടം. റഷ്യയുമായി അമേരിക്ക റഷ്യക്ക് നേരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾ ലാഭകരമായി റഷ്യയുമായി കച്ചവടം നടത്തും, റൂബിൾ ടേംസിൽ ഞങ്ങൾ കച്ചവടം നടത്തും എന്ന് ധീരമായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഉറപ്പ് ഇന്ത്യക്കുണ്ടായി. അത് തീരെ നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. ഒരു രാജ്യം രണ്ട് കൽപ്പിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യാനാവും? ഒന്നും ചെയ്യാനാവില്ല. അപ്പൊ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുമായി ഡീല് ചെയ്യേണ്ടി വരുന്നു അമേരിക്കയ്ക്ക്, കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഇന്ത്യ പിണക്കാനാവില്ല. അതുകൊണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യ ആവശ്യമുണ്ട് അമേരിക്കയ്ക്ക് ദക്ഷിണേഷ്യയിൽ. അപ്പൊ ഇന്ത്യ മൾട്ടിപ്പിൾ ലെവലാണ്. അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്ന തന്ത്രപ്രധാനമായ പരമാധികാരത്തിന്റെ ഡിസ്പ്ലേ. ഇനി നിജാറിന്റെ വധം പന്നുവിന്റെ സാന്നിധ്യം അല്ലെ, പന്നുവിന്റെ സാന്നിധ്യം അമേരിക്കയിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്, കാനഡയിലും ചിലപ്പോൾ ഉണ്ടാകും. ആ സാന്നിധ്യം ഇപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയെ വെറുപ്പിക്കാതെ നോക്കേണ്ട ഒരു ചുമതല അമേരിക്കയ്ക്കുണ്ട്. അപ്പൊ ഇന്ത്യ വളർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ സ്റ്റേച്ചർ കൂടിയിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഒരു നയതന്ത്ര ശക്തിയായി വളർന്നിരിക്കുന്നു. ആർക്കും പിടികൊടുക്കാതെ ഒരു ക്യാമ്പ് ഫോളോവർ സ്റ്റേറ്റസിൽ നിന്നും മൂന്നാം ലോക സ്റ്റേറ്റസിൽ നിന്നും ഒരു പവറാണ് മൂവർ ആൻഡ് ഷെയ്ക്കർ സ്റ്റേറ്റസിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇന്ത്യ പോലൊരു ഉപഭോക്തൃ രാജ്യത്തെ വകഞ്ഞു മാറ്റി അമേരിക്കൻ വ്യവസായികൾക്ക് നിലനിൽപ്പില്ല. ഒരു വശത്ത് യൂറോപ്പില് മുൻപൊന്നുമില്ലാത്ത വിധം ജനസംഖ്യയിൽ കുറവ്, ജനന നിരക്കിൽ കുറവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിൽ ജനന നിരക്ക് 1 കോടി കുറഞ്ഞുവെന്നാണ് ഒരു വർഷം. റഷ്യയിലും സമാനമാണ് സാഹചര്യം. ഇറാൻ ഉൾപ്പെടെയുള്ള പ്രതിയോഗികൾ അമേരിക്കയ്ക്ക് ഒരു വശത്ത് നിൽക്കുന്നു. ചൈനയുമായി ഉള്ള ഒരു ശീതയുദ്ധം ഇപ്പോൾ തുടരുന്നു. അപ്പോൾ ഇന്ത്യയെ അമേരിക്കയ്ക്കാണ് കൂടുതൽ ആവശ്യം കാലഘട്ടത്തിന്റെ. അതെ അതെ, തീർച്ചയായും ആ ആംഗിൾ ആണ് ഏറ്റവും പ്രധാനം. Does America want India more or does India want America more? ഇതുവരെ ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് അമേരിക്ക ആവശ്യമുണ്ടായിരുന്നു, റഷ്യയെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് അമേരിക്കയ്ക്ക്
ഇന്ത്യ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മധ്യവർഗത്തെ ആവശ്യമുണ്ട്, ഇന്ത്യയുടെ മാർക്കറ്റ് ആവശ്യമുണ്ട്, ഇന്ത്യയുടെ ഉപഭോക്തൃ ഗ്രൂപ്പിനെ ആവശ്യമുണ്ട്. ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും ശക്തമായ വളർന്നു വരുന്ന മിഡിൽ ക്ലാസ് ഉള്ളത്. ചൈനയിൽ അതുപോലെ മിഡിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ മാർക്കറ്റ് സംരക്ഷിച്ച് നിർത്തുക, ചൈനീസ് മാർക്കറ്റിന്റെ ഡോമിനേഷൻ അവസാനിക്കുക, പിന്നീട് പ്രൊഡക്ഷൻ ബേസായി ഇന്ത്യയെ മാറ്റുക, അല്ലെ? ഈ കമ്പ്യൂട്ടറുകളുടെ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സെമി കണ്ടക്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാനുഫാക്ചറിങ് ഹബ്ബ് ഇന്നല്ലെങ്കിൽ നാളെ തൈവാനിൽ നിന്നും ഇന്ത്യയിലേക്ക്, ബാംഗ്ലൂരിലേക്കും ബോംബെയിലേക്കും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും പറിച്ചു നടേണ്ടി വരുമെന്ന ബോധ്യം അമേരിക്കയ്ക്കുണ്ട്. അങ്ങനെയെങ്കിൽ, കാരണം തൈവാൻ ഏത് നിമിഷവും ചൈനയുടെ കസ്റ്റഡിയിൽ ആവാതിരിക്കാം, അസ്ഥിരതയുണ്ട് അവിടെ. അപ്പൊ ഇവിടെ ഭാവിയിലേക്കുള്ള ഏറ്റവും ഉറപ്പുള്ള മികച്ച നിക്ഷേപം, അതിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയും ഇന്ത്യയും. അതുകൊണ്ട് രണ്ടും സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്, ഒരു ഓസ്മോസിസ് ആണ്, ഒരു പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് ഓസ്മോസിസ് ആണ് അവിടെ നടക്കുന്നത്. അവിടെ ഇപ്പോഴൊരു റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഒഴുക്ക് ജനങ്ങളുടെ രൂപത്തിലല്ല, മറിച്ച് മറ്റു കാര്യങ്ങളുടെ രൂപത്തിൽ, ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ വരുന്നു. ഇന്ന് കാനഡയിൽ ഒരു പ്രമുഖ മാധ്യമം പറയുന്നത് ISI സ്കെച്ചിട്ട ഒരു സംഭവമാണ് നിജ്ജാർ വധം. ഇത് ഇന്ത്യയുടെ തലയിൽ കെട്ടിവെച്ച് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സമാനമായ പല സംഭവങ്ങളും ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ISI ഏറ്റവും ക്രൂക്കഡായി സ്കെച്ച് ചെയ്ത സംഭവങ്ങളുടെ പേരിൽ നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ വരുത്തുന്നത് വലിയ മടയത്തരമാണ്. അതിലപ്പുറം 19 ലക്ഷം ഇന്ത്യൻ വംശജരുണ്ട് കാനഡയിൽ. ഈ വോട്ട് ബാങ്ക് കണ്ട് ട്രൂഡോ മയങ്ങിപ്പോകരുത്, കാരണം അതിലെ സിഖുകാരുടെ എണ്ണം പകുതിയിൽ താഴെ മാത്രമേ ഉള്ളൂ. ഇത്തരം ഓർമ്മപ്പെടുത്തലാണ് ആ മാധ്യമം നടത്തുന്നത്. ഇവിടെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംവിധാനം വരച്ചിട്ട വരകളിലൂടെ, തിരക്കഥയിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അതിനെ ഭംഗ്യാന്തരേണ നമുക്ക് ചിരിച്ചു തള്ളാം. പക്ഷേ അതിൽ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എടുത്തൊരു നിലപാട് ഇന്ത്യ നിജ്ജാർ വധം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പ്രകടമായി പറയുന്നു, ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും ശത്രുക്കൾ പല രാജ്യങ്ങളിലും ഒരേ സമയം മരിച്ചു വീഴുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്നു, കാനഡയുടെ മണ്ണിൽ മരിച്ചു വീഴുന്നു, അമേരിക്കയിൽ പോലും ഇന്ത്യയുടെ ശത്രുക്കൾ മരിച്ചു വീഴുന്നു. 2020 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ പാകിസ്ഥാൻ മണ്ണിൽ മാത്രം ഇന്ത്യയുടെ കൊടും ശത്രുക്കളായ 42 പേരാണ് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു വീണുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ISI കീരിയാണെങ്കിൽ RAW റിസർച്ച് അനാലിസിസ് വിംഗ് ചെങ്കീരി തന്നെയാണ്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. അപ്പൊ ഇവിടെ അജിത് ഡോവൽ എന്ന വിസ്കിഡ്, അപ്പൊ മോദി എന്ന പൊതുമുഖം, ഗ്ലോബൽ മുഖം, അമിത്ഷാ എന്ന തന്ത്രജ്ഞൻ, അജിത് ഡോവൽ എന്ന ഒരു ഓപ്പറേറ്റർ, സ്മൂത്ത് ഓപ്പറേറ്റർ, ഇതെല്ലാം തന്നെ ഒരു നടത്തിപ്പ് വശം ഉണ്ടാകുകയാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യക്കുള്ളിലും ലോകത്തെല്ലായിടത്തും വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഹാസ് അറൈവ്ഡ് ഓൺ ദ ഗ്ലോബൽ സീൻ ആസ് മച്ച് as America and China are involved in the global scene. അങ്ങനെ ആയിരുന്നില്ല. ഒരു സൗത്ത് ഏഷ്യൻ പ്ലെയർ ആയിരുന്ന ഭാരതം ഒരു ഗ്ലോബൽ പ്ലെയർ ആയി മാറുന്നു എങ്കിൽ അതിന് ഈ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം കാരണമാണ്. ഇന്ത്യയുടെ ദീർഘദൂര മിസൈൽ പരീക്ഷണം കഴിഞ്ഞ ദിവസം നടത്തി വളരെ ശക്തമായ വിജയമെന്ന് ഇന്ത്യ ഇപ്പോൾ പറയുന്നു. ഇന്ത്യ മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ നിന്ന് ആ മിസൈലിന് വേണ്ടി ഡിമാൻഡ് കൊടുക്കുന്നു. ഇപ്പോഴിതാ ഇസ്രയേൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഒരു തോക്കിനെ കുറിച്ചുള്ള വാർത്തകൾ ഇത് വലിയ ഒരു വൈറലായിരിക്കുന്നു. ആ തോക്ക് ഒരു മിഷൻ ഗൺ, അതൊരു ഇന്ത്യയിൽ നിന്ന് വന്ന അപൂർവ രക്ഷകൻ എന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേൽ അങ്ങനെ ഇന്ത്യ അംഗീകരിക്കണമെങ്കിൽ ഇന്ത്യ അത്ര നിസ്സാരക്കാരനല്ലല്ലോ. ഇസ്രയേൽ ഇന്ത്യയെ രക്ഷകനായി കരുതുന്നു എങ്കിൽ കാക്ക മലന്ന് പറക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പോഴതിനകത്തൊരു കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, കൺവേർജൻസ് ഓഫ് മിലിറ്ററി ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് എന്ന് പറയുന്നത്, ഇന്ത്യക്കുള്ളിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര പൊളിറ്റിക്കൽ ഡൈനാമിക്സ് നറേറ്റീവ് എന്ന് പറയുന്നത് ഇസ്രയേലിന് പരസ്യമായി അങ്ങനെയുള്ള പ്രസ്താവനകളെ ഇന്ത്യ അംഗീകരിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇന്ത്യയുടെ ഒരു പൊതു മനസ്സിൽ, കേരളത്തിലെ ഒരു മനസ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുടെ ഒരു പൊതു മനസ്സിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു നിയർ കൺസെൻസസ് വന്നിരിക്കുന്നു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇടതുപക്ഷങ്ങൾക്കും മുസ്ലിം സംഘടനകൾക്കും ഒരുപക്ഷെ വേറിട്ടൊരു അഭിപ്രായം ഉണ്ടാകാം. അത് കേരളത്തിൽ വളരെ പ്രകടമാണ് താനും. പക്ഷെ ഇന്ത്യയിൽ പാൻ ഇന്ത്യ തലത്തിൽ അങ്ങനല്ല. അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പ്രസക്തി ലോക രാഷ്ട്രീയത്തിൽ കൂടുതൽ വരുന്നു. ന്യൂഡൽഹി, ടെൽ അവീവ് ആൻഡ്
ന്യൂയോർക്ക് ആക്സിസ് അല്ലെ വാഷിംഗ്ടൺ ആക്സിസ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ ഡൽഹി മോസ്കോ ആക്സിസും സജീവമാണ്. അതിൽ ടെഹ്റാനെ ഉൾക്കൊള്ളുന്ന ഭാരതം, മോസ്കോയെ ഉൾക്കൊള്ളുന്ന ഭാരതം, കിയേവിനെ ഉൾക്കൊള്ളുന്ന ഭാരതം, അതുപോലെ വാഷിംഗ്ടണുമായി ബിസിനസ് സംസാരിക്കാൻ കഴിയുന്ന ഭാരതം. ഒന്ന് ആലോചിക്കൂ. അപ്പൊ ഭാരതം എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ ഡിപ്ലോമസിയുടെ ഉസ്താദായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ടെഹ്റാനെ ഉൾക്കൊള്ളുമ്പോഴും ഇസ്രയേൽ ഇന്ത്യയെ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുന്നു. അതാണ് അതിന്റെ മറ്റൊരു തലം. അല്ല, അവിടെ നോക്കൂ, ഈ ഇറാനെ പിണക്കാതെ ഇസ്രയേലുമായി ബന്ധം, ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാതെ ഇറാനുമായി എണ്ണക്കച്ചവടം, റഷ്യയെ ബുദ്ധിമുട്ടിക്കാതെ വ്ളാഡിമിർ സെലൻസ്കിയുമായി സംസാരം, വ്ളാഡിമിർ സെലൻസ്കിയെ മോദി കെട്ടിപ്പിടിച്ചു, പുട്ടിനെയും കെട്ടിപ്പിടിച്ചു. ആരെയാണ് ഗാഠമായി പുലുകിയതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പുട്ടിനെ തന്നെയാണ് ഗാഠമായി പുലുകിയത്. കാരണം ചരിത്രപരമായ പിൻബലം റഷ്യ ഇന്ത്യ ബന്ധത്തിനുണ്ട്. അത് പുട്ടിൻ എന്ന ഒരു വ്യക്തിയുമായി ബിസിനസ് ചെയ്യാൻ, ഡീല് ചെയ്യാൻ എളുപ്പമാണ് എന്നതാണ്. പക്ഷേ ആലിംഗനം ഫോട്ടോഗ്രാഫിൽ വരുമ്പോൾ ഒരേ ഇന്റൻസിറ്റിയിലാണ്. അത് വിജയത്തിലെത്തിക്കാൻ കഴിയുന്നിടത്താണ് മോദിയുടെയും അമിത്ഷായുടെ അല്ല, ജയശങ്കർ മോദി ദ്വയത്തിന്റെയും അജിത് ഡോവലിന്റെയും ഒക്കെ വിജയം അവിടെയാണ്. തീർച്ചയായിട്ടും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.